പതിവ് പുരാണ ചിത്രങ്ങളുടെ ചട്ടക്കൂടുകൾ തകർത്ത് ജീവിതത്തിന്റെ 4 മുഖങ്ങൾ ഒരൊറ്റ ദൃശ്യഭാഷയിൽ അവതരിപ്പിക്കുകയാണ് ദേവയാനം ചലച്ചിത്ര കലാ പഠന കേന്ദ്രം. 13 മീറ്റർ നീളത്തിലും 110 സെന്റിമീറ്റർ വീതിയിലുമാണ് പഞ്ചമലയെന്ന ദൃശ്യഭാഷ ഒരുക്കിയിരിക്കുന്നത്. നിറങ്ങളിലും ആശയങ്ങളിലും വ്യത്യസ്തത പുലർത്തിയാണ് കാടും തറവാടും നാടും കടന്ന് പട്ടണത്തിന്റെ ഹൃദയത്തിലേക്കെത്തുന്ന പഞ്ചമാലയിലെ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പുരാണങ്ങളിൽ അധിഷ്ഠിതമായ ചുമർ ചിത്രകലയെ പാരമ്പര്യ രീതികളിൽ നിന്നും വ്യത്യസ്തമായി കാട്, തറവാട്, ഗ്രാമം, പട്ടണം എന്നീ 4 വിഷയങ്ങളിലായാണ് പഞ്ചമാല ഒരുക്കിയിട്ടുള്ളത്. 4 വ്യത്യസ്ത ആശയങ്ങളായിട്ടും ഒരൊറ്റ ചിത്രം പോലെ അനുഭവപ്പെടുന്ന ദൃശ്യ സമന്വയമാണ് പഞ്ചമാലയുടെ പ്രധാന ആകർഷണം. 13 മീറ്റർ നീളത്തിലും 1.1 മീറ്റർ വീതിയിലുമാണ് ദൃശ്യഭാഷ ഒരുക്കിയിട്ടുള്ളത്. ഗുരു സതീഷ് തായാട്ടിന്റെ നേതൃത്വത്തിലാണ് ദേവയാനത്തിലെ വിദ്യാർത്ഥികൾ ചുമർ ചിത്രകലയിൽ പുതിയ പരീക്ഷണം തീർക്കുന്നത്. 25 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള 25ഓളം വിദ്യാർത്ഥികൾ 4 ഗ്രൂപ്പുകളിലായി തിരിഞ്ഞാണ് ഓരോ വിഷയത്തിലും ചിത്രം ഒരുക്കിയിരിക്കുന്നത്. പുതിയൊരു പഠന കേന്ദ്രമാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചുമരാണ്. അപ്പോൾ അത് ക്രിയേറ്റീവായിട്ട് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊണ്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വർക്കാണ് പഞ്ചമാല. പഞ്ചമാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമർ ചിത്രങ്ങൾ 5 മാലകളാണ്. ആ 5 മാലകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചുമരിൻ്റെ ആ സ്ഥാനത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചിട്ടാണ് 4 വിഷയങ്ങളാക്കിയിട്ട് ചുമരിൽ വരയ്ക്കാമെന്നുള്ളൊരു പദ്ധതി ഉണ്ടായത്. ചുമർ ചിത്രകലയിൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നിറങ്ങളിൽ നിന്നും മാറി അക്രിലിക് നിറങ്ങൾ ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്ന പ്രത്യേകതയുമുണ്ട്. സാധാരണ വെട്ടുകല്ലിലാണ് ചുമർ ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പശ്ചാത്തലം ഒരുക്കിയെടുക്കാറ്. എന്നാൽ ഇവിടെ ഹോളോ ബ്രിക്സ് കൊണ്ടുണ്ടാക്കിയ ചുമരിലാണ് പശ്ചാത്തലമായി ഒരുക്കിയെടുത്തത്. വ്യത്യസ്തങ്ങളായ 4 ആശയങ്ങളും ഒരൊറ്റ ചിത്രമായി തോന്നിക്കുന്ന ദൃശ്യാനുഭവം ഉളവാക്കുന്നുവെന്നതാണ് പഞ്ചമാലയുടെ പ്രധാന ആകർഷണം. ക്യാമറാമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം രമ്യ ദാസ്, ജനം.